വെൽക്കം ബാക്ക് ടു മമ്മാസ് ഡേ. അപ്പോൾ ഇന്നൊരു ചിക്കൻ 65ഉം ഒരു തേങ്ങാച്ചോറും ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് 65 വേണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങാച്ചോർക്ക് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലും ഇതുപോലത്തെ ഒക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് തേങ്ങാച്ചോറ്റിക്ക് കറിയാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എൻ്റെ മോന് എനിക്ക് ഫ്രൈ പോഡ് വാങ്ങി തന്നിട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നിട്ടെങ്കിൽ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡ് ഓഫൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതാണ്. നിങ്ങൾ യൂട്യൂബ് സജീവായിക്കും അമ്മ എന്ന് പറഞ്ഞു കണ്ടിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ വേണം എനിക്ക്. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം നമുക്ക് ഇതുകൊണ്ട് കറി വെക്കുകയും ചെയ്യാം, മറ്റേ 65 ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നെയ്ച്ചോറൊക്കെ ആക്കുക. പക്ഷേ ഇക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ചിക്കും ഞാനല്ലേ. അപ്പോൾ ഒരു മൂടില്ല ഭക്ഷണമൊന്നും. പക്ഷെ പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് മൂടില്ല, അല്ലെങ്കിൽ നമുക്ക് ആളില്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിക്കുനാക്കും തേങ്ങാച്ചോറ് ഇഷ്ടമാണ് കേട്ടോ. തുടയൊക്കെ കഴിഞ്ഞു കേട്ടോ. വീട് തുടക്കലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി ഞാൻ തേങ്ങാച്ചോറ് വെക്കാതെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, 65 ചിക്കൻ 65 ഉണ്ടാക്കണം എന്ന് അറിയുന്നല്ലോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ അടുക്കളയിൽ പോവാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാച്ചോറിൻ്റെ കൂടെ 65 വലിയ ഇതൊന്നുമില്ല. പക്ഷെ മക്കൾക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ 65 ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ജീരകവും കുഞ്ഞുള്ളിയും കൂടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 65 ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ജീരകമാണ് അരക്കാൻ നല്ലത്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ 2 ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കണം. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സുർക്ക 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങയും 1 ടീസ്പൂണ് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെളുത്തുള്ളി 1 ടീസ്പൂണ്, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 65 ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കേണ്ടതാണ്. ആവശ്യത്തിന് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ വരുന്ന സമയത്താണ് നമ്മൾ 65 നല്ലൊരു മൊരിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇതൊരു 1.5 കിലോത്തോളം ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല പീസ് നോക്കിയാൽ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാനും ചിക്കും അക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടൊന്നും പൊരിച്ചെടുക്കുന്നില്ല, നല്ല ഒരു 2 ഓട് മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇതുപോലെ അങ്ങ് പൊടിച്ച് കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ 65 ഒക്കെ കുഴച്ച് നല്ല മസാലയൊക്കെ നമ്മൾ പിടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3/4 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് പൊരിക്കാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം ഇരിക്കുന്നുണ്ട് അത്രത്തോളം നമ്മൾ 65 നല്ല ടേസ്റ്റ് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൊരിക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ തന്നെ പൊരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചോ. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ്റിക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി, ഉരുളൻകിഴങ്ങ്, വലിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ മുറിച്ചിട്ട്, തക്കാളി, പച്ചമുളക് അതിട്ട് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഏതായാലും. അപ്പോൾ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ നമ്മളെ ചിക്കൻ കറിക്കുള്ളതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് 2 വിസിൽ കൊടുത്തെടുക്കാം. തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറുവരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അതിക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നമുക്ക് തേങ്ങയും ഉള്ളിയൊന്ന് സെറ്റാക്കി എടുക്കാണ്ട്. അപ്പോൾ നമ്മളെ തേങ്ങാ ചൊറ്റക്കുള്ള അരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അരിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉലുവ കാണുന്ന രീതിയിലാണ് ഉലുവ ഇടേണ്ടത്. അതിന് അരപ്പാത്രം അരി ഉണ്ട്. അപ്പോൾ ഒരു പാത്രം വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളി ഇത് ഒരു കപ്പോളം ഉള്ളിയുണ്ട്. ഒരു 3/4 മുറി തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോക്ക് 1 തേങ്ങ എന്ന കണക്ക്. അപ്പം ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 3/4 മുറി തേങ്ങ മതി. പിന്നെ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം എടുത്തേക്ക് വെക്കാം. അപ്പം അതിങ്ങനെ ചിലക്ക് ബൈക്ക് ചാടും. നാടെ വെച്ചിട്ട് പോ. അവിടെ എണീറ്റ് പോ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കുറുവ അരി ആയതുകൊണ്ട് തന്നെ നല്ലോണം 2 വിസിൽ വന്നിട്ട് നമ്മൾ വെയിറ്റ് പോകുന്ന വരെ ഓഫാക്കി നോക്കുക. അപ്പോൾ അടുപ്പത്ത് നോക്കുക. ചിക്കൻ കറി ഒരു വിസിൽ വന്നു. അടുത്ത വിസിൽ ഓഫാക്കിയിടുക. തേങ്ങാച്ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 65 ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൈലൊക്കെ എന്താ എണ്ണ പോകാനൊക്കെ പണ്ടേ പാരമ്പര്യമായിട്ട് വെക്കുന്ന സിസ്റ്റമാണത്. എല്ലാവരും ഇതിനൊക്കെ നമ്മ ഞങ്ങളൊക്കെ കുട്ടികളുടെ സമയത്ത് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു പൂതിയുണ്ട്. നമ്മളെന്നാ അപ്പം ഇങ്ങനെയൊക്കെ പപ്പടം പൊരിക്കാനാകും. ശരി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് വെന്തുകൊണ്ടിരിക്കണം. നമ്മളെ ചിക്കൻ പൊരിച്ചെടുക്കാം. തേങ്ങാച്ചോറും ചിക്കൻ കറി നമ്മളെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ആളും കൂടെ കഴിക്കട്ടെ.